അഗളി പഞ്ചായത്തിൽ കോൺഗ്രസ് മെമ്പർ കാലുമാറി വോട്ട് ചെയ്തു. ഭരണം LDF-ന്. അഗളി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞാൻ പ്രസിഡന്റായിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കും. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ഞാൻ തുടർന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. UDF സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ വിജയിച്ചത്. LDF പാനലിൽ മത്സരിച്ചു പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് മറ്റൊരു നിർദ്ദേശങ്ങളും കിട്ടിയിട്ടില്ല. ഞാൻ LDF-ൻ്റെ എൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ഞാനതിൽ മത്സരിച്ചു. കോൺഗ്രസിന് 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഒരംഗം കാലുമാറിയതോടെ ഇവരുടെ അംഗസംഖ്യ 9 ചുരുങ്ങി. CPM-ന് 10 വോട്ട് കിട്ടി. 21 സീറ്റുള്ള അഗളി ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ UDF-ന് 10, LDF 9, BJP 2 എന്ന നിലയിലാണ്. കോൺഗ്രസ് 20-ാം വാർഡ് മെമ്പറായ മഞ്ജുവാണ് കാലുമാറി ഇടതു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. ജില്ലയിൽ കോൺഗ്രസിന് ഇത് ഞെട്ടലുളവാക്കി. പണം വാങ്ങി വിഴുങ്ങിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? വിപ്പ് നൽകിയില്ലെന്നതാണ് കാരണമായി പറയുന്നത്. എന്നാൽ CPM സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു മഞ്ജു എന്നാണ് സൂചന. ഇതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് വിപ്പ് അവർക്ക് ഇലക്ഷന് മുന്നായിട്ട് എല്ലാവർക്കും വിപ്പ് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. CPM-ന്റെ അഴിമതിക്കെതിരെ കൂട്ടുനിന്നുകൊണ്ടാണ് അവർക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. വിപ്പ് ഞങ്ങൾ എല്ലാവർക്കും വിപ്പ് കൊടുത്താണ് വിപ്പ് ഒപ്പിട്ട് വാങ്ങിയതാണ്. ഒരിക്കലുമില്ല. അവർ രാവിലെ ഞങ്ങളത്ത് വന്ന് ഓഫീസിൽ വന്ന് എല്ലാം വന്ന് അവിടെ നിന്നാണ് നേരെ എല്ലാവരും കൂടി ഞങ്ങളാണ് ഒരുമിച്ച് ഇവിടെ വന്ന് ഉള്ളിൽ കയറിപ്പോയത്. ഇതുവരെ ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഒരിക്കലും അത് ഞങ്ങൾ കരുതിയിട്ടില്ല. എപ്പോഴാണ് വിപ്പ് കൊടുത്തത്? വിപ്പ് കൊടുത്തിട്ട് ഇന്നലെ വിപ്പ് കൊടുത്തവർക്ക് ഇന്നലെ വിപ്പ് കൊടുത്ത് അത് ഒപ്പിട്ട് വാങ്ങി അവർ 100% നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് പറഞ്ഞ ആളുകളാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ കടുത്ത നടപടിയായിട്ട് പാർട്ടി മുന്നോട്ട് പോകും. കൂറുമാറ്റ നിയമപ്രകാരമുള്ള നടപടിയായിട്ട് മുന്നോട്ട് കർശനമായിട്ട് ഇന്നു മുതൽ അതിന്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. കർശനമായിട്ട് മുന്നോട്ട് പോകും. ഈ CPM-ന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം കോൺഗ്രസ് തുടരും. ഇവരുടെ അഴിമതികൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. UTV ന്യൂസ് അട്ടപ്പാടി.